ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ATHUL'S ട്രാവൽ ഫോളിയോ. അപ്പം ഇന്ന് ട്രാവൽ വീഡിയോസ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് വീടുകളിൽ കാർ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ വണ്ടിഭ്രാന്തൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ചെയ്യുന്നവർ മാത്രമല്ല വണ്ടിഭ്രാന്തന്മാർ. കാരണം നമ്മളതിലുള്ളൊരു വണ്ടി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, കെയർ ചെയ്യുക, അതിനെ ക്ലീൻ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരും വണ്ടിഭ്രാന്തന്മാർ തന്നെയാണ്. മെയിനായിട്ട് കാറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വിട്ടുപോകുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാകുന്ന സ്ഥലമാണ് കാറിൻ്റെ സീറ്റ്. അത് നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാറില്ല. അപ്പം നമുക്ക് കാറിൻ്റെ സീറ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ടർട്ടിൽ വാക്സിൻ്റെ ലെതർ ക്ലീനർ ആൻഡ് കണ്ടീഷണറും പിന്നെ അതിൻ്റെ തന്നെ യൂസ് ചെയ്യാനായിട്ട് മൈക്രോ ഫൈബർ ക്ലോത്തുമാണ്. കാരണം എൻ്റെ ഓൾറെഡി ഉള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് മുഷിഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടെ പുതിയത് വാങ്ങി, മൈക്രോ ഫൈബർ ക്ലോത്ത്. അപ്പം മൈക്രോ ഫൈബർ ക്ലോത്തും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടർട്ടിൽ വാക്സിൻ്റെ ലെതർ ക്ലീനർ ആൻഡ് കണ്ടീഷണറുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് കാറ് ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കാറിൻ്റെ നിലവിലെ സീറ്റിൻ്റെ അവസ്ഥ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ളത് അധികം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു പെയ്ഡ് വീഡിയോ അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഇൻഫോ എന്നുള്ള രീതിക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഇവിടെ ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ആ ഒരു ബോർഡർ വേസ് വെച്ച് ക്ലീൻ ചെയ്ത സ്ഥലവും ചെയ്യാത്ത സ്ഥലവും മനസ്സിലാവും. നമുക്ക് ആദ്യം മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാം. 3 മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ പാക്കാണ്. നമ്മൾ അതിൽ നിന്ന് ടർട്ടിൽ വാക്സിൻ്റെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തു. അത് കഴിഞ്ഞ് മാസ്കിംഗ് ടേപ്പ്. ഇത് ഓൾറെഡി ഞാനിവിടെ സ്പ്രേ പെയിൻറ്റിങ്ങും ഇത് ചെയ്യാനൊക്കെ ആയിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് നോക്കാം. ഇത്ര ഭാഗത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. അപ്പോൾ നമുക്കിനി പയ്യെ ആ ഒരു ഫോർമുല എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇപ്പം ഇതിനകത്ത സൊല്യൂഷൻ എല്ലാം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ആവാനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ ഭാഗത്തേക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു ക്ലോത്ത് വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതിപ്പം അത്യാവശ്യം ലെങ്ത് ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഇനി അവരൊരു സെക്കൻഡ് ക്ലോത്ത് വെച്ചാണ് ബഫ് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു സൈഡ് വെച്ചാണ് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ജസ്റ്റ് അത് ബഫ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്തിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. നനഞ്ഞതിൻ്റെ അല്ലാതെ നല്ല അഴുക്ക് നല്ല രീതിക്ക് അതിൽ നിന്ന് പിടിച്ച് വന്നതിൻ്റെ, ഡയറക്റ്റ് നല്ല രീതിക്ക് പിടിച്ച് വന്നതിൻ്റെ മാർക്സ് ഉണ്ട്. അപ്പം നമുക്കിനി ഈ ഒരു റിസൾട്ട് നോക്കാം. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ക്ലീൻ ചെയ്ത പാർട്ടും ക്ലീൻ ചെയ്യാത്ത പാർട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടോ? എങ്ങനെയുണ്ട് അപ്പോൾ? നേരത്തെ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയതുപോലെയാണ് ഇപ്പൊ നല്ലതായിട്ട് എടുത്തു. ഈ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടും. അപ്പു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഇതിൽ വെളുത്തു, നല്ല രീതിക്ക് വെളുത്തു, ഇപ്പോൾ വൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് പയ്യെ കട്ട് ചെയ്തതാണ്. ഇത് കണ്ടോ, നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതേ, അപ്പോൾ നമ്മുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, അത്യാവശ്യമല്ല, നല്ല പുതിയ സീറ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. വലിയ എഫേർട്ടൊന്നും എടുത്തില്ല, വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തോളൂ.
നമുക്ക് ഇതുപോലെ കാറിൻ്റെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പ്രത്യേകിച്ചും ലൈറ്റ് കളർ സീറ്റ് ആണെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. അപ്പം നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ആമസോണിലും എല്ലാത്തിലും നോക്കുവാണെങ്കിൽ JV എൻ്റർപ്രൈസസ് എന്ന് പറയുന്നവരാണ് ഒഫീഷ്യൽ അതിൻ്റെ ഓൺലൈൻ സെല്ലർ. അപ്പം ജെനുവിൻ പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. JV എൻ്റർപ്രൈസസിൽ നിന്നാണ് വാങ്ങുന്നത് എന്ന് നോക്കിക്കോളുക. അപ്പോൾ ഓൾറെഡി ഞാൻ ടർട്ടിൽ വാക്സിൻ്റെ വേറെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷാമ്പു ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഷാമ്പു കഴിയാറായി. അതുകൊണ്ട് മാത്രമാണ് ഞാനത് റിവ്യൂ ഇടാത്തത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എത്തുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. നിങ്ങളും വീട്ടിൽ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതെ, അപ്പുവിൻ്റെ ഫ്രണ്ട് ഗോപുവിനും വെച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ കാർ ഇപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്ത ട്രിപ്പ് പോകാൻ ടൈമായി. അപ്പം അടുത്ത പുതിയ വ്ളോഗുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഗോപും ബൈ പറ. ബൈ ഗോപു. അപ്പോൾ ഓക്കെ, ബൈ.